ഏറ്റവും ശക്തനായ നേതാവിന്റെ വരവ് എന്നത് തന്നെ ഒരു സംഭവമായിരുന്നു. വലിയ സുരക്ഷാ വളയവും ചുറ്റും ഉദ്യോഗസ്ഥരും പാർട്ടി നേതാക്കളും പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന കസേരയും ജനങ്ങളിൽ നിന്ന് അകലെ ഒരു അധികാര വലയവും. അതായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന പതിവ് ചിത്രം. എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു പുതിയ ചിത്രം ആ രാഷ്ട്രീയ യാത്രയുടെ മറ്റൊരു മുഖമാണ് തുറന്നു കാട്ടുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സാധാരണ സ്റ്റീൽ ബെഞ്ചിൽ ശാന്തമായിരിക്കുന്ന പിണറായി വിജയനെയാണ് ചിത്രത്തിൽ കാണുന്നത്. അരികിൽ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷും അടുത്ത് വലിയ ബാഗുമായി മറ്റൊരു യുവാവും. കുറച്ച് പോലീസുകാർ അല്പം മാറി നിൽക്കുന്നതും ചിത്രത്തിലുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോകാനായി കാത്തിരിക്കുന്ന ആ നിമിഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ചിത്രം വൈറലായതോടെ രാഷ്ട്രീയ നിരീക്ഷകരും സമൂഹ മാധ്യമ ഉപയോക്താക്കളും അതിന് പല അർത്ഥങ്ങളും വായിച്ചെടുക്കുകയാണ്. ഒരിക്കൽ സ്റ്റേഷനിലെത്തുമ്പോൾ പ്രത്യേക കസേര ഒരുക്കിയിരിക്കുന്ന നേതാവ് ഇന്ന് സാധാരണ ബെഞ്ചിലെന്ന താരതമ്യമാണ് കൂടുതൽ പേരും ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയനെ ചുറ്റിപ്പറ്റി വലിയ സുരക്ഷാ വലയവും കർശന നിയന്ത്രണങ്ങളുമായിരുന്നു പതിവ്. സ്റ്റേഷനിലോ പൊതുസ്ഥലങ്ങളിലോ സാധാരണക്കാർക്ക് അദ്ദേഹത്തോട് അടുത്തെത്താൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ചിത്രം അധികാരത്തിന്റെ അനിത്യതയെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പല പ്രതികരണങ്ങളും പറയുന്നത്. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, രാജാവിൽ നിന്ന് വീണ്ടും സഖാവിലേക്ക്, ധാർഷ്ട്യത്തിനേറ്റ് തിരിച്ചടി തുടങ്ങിയ കമന്റുകളാണ് ചിത്രത്തിന് താഴെ നിറയുന്നത്. BJP വക്താവ് റെജി ലൂക്കോസും ചിത്രം പങ്കുവച്ച് കാലത്തിന്റെ കാവ്യനീതിയും ജനാധിപത്യത്തിന്റെ കരുത്തുമാണ് ഈ ചിത്രം എന്നാണ് പ്രതികരിച്ചത്. ചിലർ ന്യൂയോർക്കിൽ തകര കസേരയിലിരുന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പഴയ ചിത്രവുമായി ഇതിനെ താരതമ്യം ചെയ്തും കമന്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ചിത്രം മറ്റൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കും വഴിവെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തിയപ്പോൾ പിണറായി വിജയനെ സ്വീകരിക്കാൻ CPMലെ പല പ്രമുഖ നേതാക്കളും എത്തിയിരുന്നില്ല. EP ജയരാജൻ, P ജയരാജൻ, KK ശൈലജ തുടങ്ങിയ നേതാക്കളുടെ അസാന്നിധ്യവും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. KK രാഗേഷും P ശശിയും ഉൾപ്പെടുന്ന അടുത്ത വൃത്തക്കാരാണ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. പിന്നീട് P ജയരാജന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് പിണറായി വീണ്ടും തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ ബെഞ്ചിലിരിക്കുന്ന ഒരു ചിത്രം ഇത്ര വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നതിന് പിന്നിൽ പിണറായി വിജയൻ എന്ന നേതാവിന്റെ കേരള രാഷ്ട്രീയത്തിലെ സ്വാധീനവും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്ന അധികാര പ്രതീകങ്ങളും തന്നെയാണ്. ചിലർക്കത് ഒരു സാധാരണ യാത്രാ നിമിഷം മാത്രമായിരിക്കാം. പക്ഷെ മറ്റു ചിലർക്കത് അധികാരത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് വീണ്ടും സാധാരണ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള ഒരു മടങ്ങിവരവിന്റെ ദൃശ്യമായി തോന്നുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആ സ്റ്റീൽ ബെഞ്ച് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സീറ്റായി മാറിയിരിക്കുകയാണ്.